എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇത് KPSCയുടെ നാടകം ഞങ്ങൾ പോത്തൻകോട് അവതരിപ്പിക്കാൻ പോയപ്പോഴുള്ളൊരു വീഡിയോയാണ്. ഈ വീഡിയോ എടുക്കാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഒരു നാടകം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു നാടകം അവതരിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ കുറേ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ആർട്ടിസ്റ്റുകൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും നാടകം വിജയകരമാക്കി തീർക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാഴ്ചകൾ അല്ലെങ്കിൽ ഒരു നാടകം തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള സെറ്റിങ്സ്, അതായത് സൗണ്ട്, ലൈറ്റ് ഒക്കെ, ഇത് നമ്മൾ ലൈറ്റ് ചെയ്യുന്ന ഗോവൻ ചേട്ടനാണ്, ശശി ചേട്ടനാണ്. അദ്ദേഹമാണ് നമുക്ക് നമ്മുടെ സൗണ്ട് കൈകാര്യം ചെയ്യുന്നത്. സ്റ്റേജിൽ കാണുന്ന ഒന്ന് ഷിബുവും ഒന്ന് ഉദയനുമാണ്. ഇത് ഞങ്ങളുടെ ഇക്ക സുന്ദർരാജ് എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. നമ്മുടെ KPSCയുടെ ഈ ഒരു ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ടൈറ്റാനിക് പോലെയാണ്. ഒരുപാട് സാധനങ്ങൾ, നാടകത്തിൻ്റെ സെറ്റിനുള്ള എല്ലാ സാധനങ്ങളും, സൗണ്ടിൻ്റെ സാധനങ്ങൾ, ലൈറ്റിൻ്റെ സാധനങ്ങളെല്ലാം വഹിച്ചുകൊണ്ടാണ് യാത്ര. ആ കസരയിലിരുന്നത് മനോജണ്ണൻ, ഇത് ദീപു മജീഷ്യനാണ്. തൊട്ടപ്പുറത്തിരുന്നത് നിങ്ങൾക്കിപ്പോൾ രഞ്ജിത്തിനെ എല്ലാവർക്കും പരിചയമുണ്ട്, കാരണം നല്ല ഒരു കവിത ചൊല്ലുന്ന ആളാണ് അദ്ദേഹം. ഇത് ശശിയണ്ണനാണ്, KPSCയുടെ ഞങ്ങളുടെ മെയിൻ കർട്ടനാണ് ഉയരാൻ പോകുന്നത്. ദീപുരാജ് ആലപ്പുഴ, അദ്ദേഹം മജീഷ്യൻ കൂടിയാണ്. ഇത് മച്ചാനണ്ണന് നമ്മുടെ സെറ്റ് വർക്കിനും സൗണ്ടിനും എല്ലാം ഒരുപാട് കഷ്ടപ്പെടുകയും അതുപോലെ തന്നെ വളരെ നല്ലൊരു ക്യാരക്ടറാണ് നമ്മളുടെ ഭഗവന്തി എന്ന KPSCയുടെ പുതിയ നാടകത്തിൽ അവതരിപ്പിക്കുന്നത്. അങ്ങനെ കർട്ടനായി നാടകം തുടങ്ങാനുള്ള സമയമായി. കണ്ടില്ലേ, കസേരയൊക്കെ നിരത്തി എല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ട്. വണ്ടി സൈഡിലായിട്ട് കിടക്കുന്നു. നാടകം കഴിയുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ കഷ്ടപ്പാടിൽ തന്നെ തിരികെ എല്ലാ സാധനങ്ങളും വണ്ടിയിലേക്ക് ലോഡ് ചെയ്ത് അതിനുശേഷം വേണം അവിടെ നിന്ന് യാത്ര തിരിക്കാൻ. ഈ കോളനിയിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടക്കുകയാണ്. എല്ലാ അശകളുകളും അടിച്ചു വൃത്തിയാക്കി പുണ്യാഹം തളിക്കണം. എന്താ സുന്ദരരാജ് ഇതിന്റെയൊക്കെ അർത്ഥം? ഇവിടെ മയക്കുമരുന്ന് സൂക്ഷിച്ചിട്ടുണ്ടെന്ന്. എങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് അറിയണമല്ലോ. കോളനിക്കാർ മുഴുവനുണ്ട് പുറത്ത്. ചത്തതിന്റെയും കൊന്നതിന്റെയൊക്കെ മാംസം വേവിച്ച് വെച്ചിരിക്കുക. ഇതൊക്കെ എടുത്ത് വലിച്ചെറിയണ. അതൊരു അത്ഭുതമായി, മഹാത്ഭുതം. ഈ നാടകം നടക്കും. സാറിന്റെ കഠിനാധ്വാനത്തിന് ഫലമുണ്ടാകും. ഭ്രൂണാവസ്ഥയ്ക്കും പിറവിക്കുമിടയിൽ ഏതൊരു കലാകാരനെയും പിടികൂടാവുന്ന മാനസിക സംഘർഷം, അതാ സാറിനിപ്പോ. സംഘർഷമല്ല, ഒരുതരം ഉന്മാദം. അല്ല അല്ല, ഭയം. ഇതുവരെ ഇല്ലാത്തൊരു ഭയം. നമ്മൾ ആരെയാണോ എതിർക്കുന്നത്, ആർക്കെതിരെയാണോ പോരാടുന്നത്, അവർ പല വേഷങ്ങളിൽ, പല രൂപങ്ങളിൽ. ഞാൻ ക്യാപ്റ്റനായ നമ്മുടെ ഈ കപ്പലിൽ എവിടെയൊക്കെ പതുങ്ങിയിരിപ്പുണ്ട്. സാർ എന്തൊക്കെയാ പറയുന്നത്? മദ്യം സാറിനെ വല്ലാതെ ദുർബലനാക്കിയിരിക്കുന്നു. ഇതൊക്കെയാണ് ശരിക്കും ഒരു നാടകത്തിൻ്റെ കഷ്ടപ്പാട്. കാണുമ്പോൾ കാഴ്ചക്കാർക്ക് നല്ല രസമാണ്, പക്ഷെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഞാൻ ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ അല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ. KPSCയുടെ വണ്ടിയാണ്, വണ്ടിയിൽ ഞങ്ങൾ തിരികെ വന്നുകൊണ്ടിരിക്കുന്നു.